ഹലോ മാഡം, നമ്മുടെ ബാങ്കിൽ ഞാനൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ആകാനായിട്ട് എത്ര ദിവസം എടുക്കും? നമ്മുടെ ബാങ്കിന്റെ ചെക്കാണോ അതോ വേറെ ബാങ്കിന്റെ ചെക്കാണോ? ഓ, അതർ ബാങ്കിന്റെ ചെക്കാണ് മാഡം. നിങ്ങളുടെ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലെ ബാങ്കിന്റെ ചെക്കാണ് മാഡം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 3 ദിവസം എടുക്കും. ഓ, അതിനെന്തിനാണ് മാഡം 3 ദിവസം? സാർ, ഇതിനൊക്കെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. എനിക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത് ഫോർമാലിറ്റി മാഡം? സാർ, ഉദാഹരണത്തിന് സാറ് അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. സാർ ഒരു ശ്മശാനത്തിന്റെ അടുത്തെത്തി. അവിടെ വെച്ച് സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. ശ്മശാനം അടുത്താണല്ലോ എന്ന് വിചാരിച്ചു ഉടനെ തന്നെ സാറിനെ അവിടെ എടുത്ത് സംസ്കരിക്കില്ലല്ലോ. സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ കൊണ്ടുവന്ന് സംസ്കരിക്കുള്ളൂ. സാർ, അതുപോലെ തന്നെയാണ് സാർ ബാങ്കിന്റെ കാര്യങ്ങളും. ബാങ്കിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. സാറിന്റെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി സാറിന് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഇല്ല മാഡം, ഇനി സംശയങ്ങളൊന്നുമില്ല. ഓക്കെ സാർ, ഹാവ് എ നൈസ് ഡേ.